ഇനി നമ്മൾ ബി.ജെ.പിയിൽ എന്താണ് അവസ്ഥ എന്നത് പരിശോധിക്കാൻ പോകുന്നു. അവിടെ തലവേദനയായി മാറുന്നത് ആർ ശ്രീലേഖയുടെ ഒരു പരസ്യ പ്രസ്താവനയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന്റെ ആവേശത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടന്ന ബി.ജെ.പിക്ക് കൗൺസിലർ ആർ ശ്രീലേഖയുടെ പരസ്യ പ്രതികരണമാണ് തലവേദനയായത്. തന്നെ മേയറാക്കാമെന്നായിരുന്നു നേതൃത്വത്തിന്റെ വാഗ്ദാനമെന്നും എന്നാൽ അവസാന നിമിഷം തീരുമാനം മാറിയെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. പിന്നെ എന്നെ മത്സരിക്കാനായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവർ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു ബി.ജെ.പി. പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം, ഞാൻ എല്ലാവരെയും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളിങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു പരിഗണന ആദ്യം ഉണ്ടായിരുന്നു, അത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്കുണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. പാർട്ടി ആവശ്യപ്പെട്ടാലും നിയമസഭയിലേക്ക് മത്സരിക്കാനില്ല എന്നാണ് ആർ ശ്രീലേഖയുടെ നിലപാട്. പാർട്ടി ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല, എനിക്ക് താല്പര്യമില്ല. എന്നാൽ വിവാദമായതോടെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന വിശദീകരണവുമായി ആർ ശ്രീലേഖ രംഗത്തെത്തി. തനിക്ക് അതൃപ്തിയില്ല എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലെ വിശദീകരണം. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, ഇതിൽ തനിക്ക് ആക്കാൻ ആണ് ബി.ജെ.പി. തീരുമാനിച്ചിരുന്നത് എന്ന തരത്തിലേക്കൊക്കെ അവർ പറയുന്നുണ്ട്. അതൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും പറയുന്നുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പൊതുവായും അവർ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാഗ്ദാനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ തീരുമാനം, അതും അവസാന നിമിഷം ആ തീരുമാനം മാറുകയായിരുന്നു. ഒരു പക്ഷേ തന്നെക്കാൾ കെൽപ്പുള്ള നേതാക്കളാകാം, അല്ലെങ്കിൽ നേതാവായതുകൊണ്ടാകാം മറ്റുള്ളവരെയൊക്കെ പരിഗണിച്ച് ഒടുവിൽ വി രാജേഷിലേക്ക് അത് എത്തിയതും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒരു അതൃപ്തി അവിടെ ഉണ്ട് എന്നുള്ളത് വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും ഒടുവിലായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിരിക്കുകയാണല്ലോ. അനുജ, തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി. ഭരണം ഉറപ്പിച്ചതിനു ശേഷം ഇത് 2ാം വിവാദത്തിലേക്കാണ് ആർ ശ്രീലേഖ പോകുന്നത്. ആദ്യം നമുക്കറിയാം വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വിവാദം. അതിനുശേഷം ഇന്നിപ്പോൾ മേയർ സ്ഥാനം തനിക്ക് വാഗ്ദാനം നൽകി, അതുകൊണ്ടാണ് ഒരു കൗൺസിലറായി താൻ മത്സരിച്ചത് എന്നുള്ള ഒരു കാര്യമാണെന്ന് തുറന്നു പറച്ചിൽ ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ. സാധാരണഗതിയിൽ ഇത്തരമൊരു തീരുമാനം തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമെന്നൊക്കെയാണ് ബി.ജെ.പി. നേതൃത്വം പറഞ്ഞതെങ്കിൽ ആർ ശ്രീലേഖ പറയുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മേയർ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ളൊരു ഉറപ്പ് വാഗ്ദാനമായി നൽകിയിരുന്നു, അതുകൊണ്ടാണ് മത്സരിച്ചത് എന്നുള്ളതാണ്. തൻ്റെ മുഖം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ബി.ജെ.പി. തിരുവനന്തപുരത്ത് പ്രചാരണം നടത്തിയത്, അതിനുശേഷം വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ള ഒരു കാര്യവും ശ്രീലേഖ തുറന്നു പറയുന്നുണ്ട്. ഒപ്പം നിലവിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താനില്ല. വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലങ്ങളിലോ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ പോലും താനില്ല എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ കൂടി ഇപ്പോൾ ആർ ശ്രീലേഖ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ വിവാദമായി. വി രാജേഷിനോട് ഉൾപ്പെടെ നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ ഇതിനൊരു അഭിപ്രായം പറയുവാനോ ബി.ജെ.പി. നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം. അല്പസമയം മുമ്പാണ് ഈ വിഷയം വിവാദമായതോടുകൂടി ആർ ശ്രീലേഖ സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ ഒരു പ്രതികരണവുമായി രംഗത്ത് എത്തിയത്. ഈ പ്രതികരണത്തിൽ മാധ്യമങ്ങളെ പഴിചാരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് സ്വാഭാവികമായ ഒരു വാർത്തയല്ല ഇത്. ആർ ശ്രീലേഖയുടെ പ്രതികരണം ഉൾപ്പെടെ എടുത്താണ് പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളും എത്തിച്ചത്. കൃത്യമായി തന്നെ ആർ ശ്രീലേഖ അതിൽ പറയുന്നുണ്ട് തനിക്ക് അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിരുന്നു, അതുകൊണ്ട് മത്സരിച്ചതാണ് എന്നടക്കമുള്ള ആ കാര്യം. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ ചുരണ്ടിയെടുത്തതാണ്, പുറകെ നടന്ന് ചുരണ്ടിയെടുത്തതാണ് എന്നുള്ളതാണ്, മാധ്യമ സൃഷ്ടിയാണ് ഈ വാർത്ത എന്നുള്ളതാണ് ശ്രീലേഖ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ബി.ജെ.പി. നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അനുജ, അതാണ് വി രാജേഷ് നേരത്തെ ആ കാര്യത്തിലൊക്കെ കൃത്യമായൊരു മറുപടി നൽകാതെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. റിനു, ഇതിൽ നമുക്കറിയാം ഇതിനു മുൻപും ഇങ്ങനെ ഈ സെലിബ്രിറ്റികളെ പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന ഒരു പതിവ് ബി.ജെ.പിക്ക് ഉണ്ട്. അതിൽ സുരേഷ് ഗോപിയൊക്കെ വിജയിച്ച ചരിത്രവുമുണ്ട്. സുരേഷ് ഗോപിയും പല തവണ ഇത്തരത്തിലേക്ക് പല പരാമർശങ്ങളുമായി വെട്ടിലാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം തൻ്റെ ഒരു സെലിബ്രിറ്റി ഇമേജ് എന്നുള്ള രീതിയിൽ ജയിച്ചു വന്നയാളാണ്, അത് വെച്ച് ജയിച്ചു വന്നയാളാണ്, ബി.ജെ.പിയുടെ ലേബലിലല്ല എന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. പിന്നീട് തനിക്ക് മന്ത്രിയാകേണ്ടതില്ല, തനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അതിനാണ് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ശ്രീലേഖയുടെ ഭാഗത്തുനിന്ന് വരുന്ന പരസ്യ പ്രതികരണങ്ങൾ, പ്രസ്താവനകൾ അത് ഒന്നിലേറെ തവണ പാർട്ടിയെ വെട്ടിലാക്കുന്നു. ആ തരത്തിലേക്ക് പലപ്പോഴും ഇത്തരത്തിൽ സെലിബ്രിറ്റികളെ മത്സരിപ്പിച്ചുകൊണ്ട് വെട്ടിലാകുന്ന അത് തുടർച്ചയായി ബി.ജെ.പിക്ക് സംഭവിക്കുന്നു എന്നുള്ളതിൽ നേതൃത്വത്തിൻ്റെ ഒക്കെ ഒരു നിലപാട് എങ്ങനെയാണ്? ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ കൂടുതൽ സെലിബ്രിറ്റികളുടെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ.
അനുജ, ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ശാസ്തമംഗലം വാർഡിൽ ആർ ശ്രീലേഖയെ മത്സര രംഗത്തേക്ക് ഇറക്കിയത്. ഒരു ശുഭപ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ പാലിക്കപ്പെടുകയും ചെയ്തു, അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ തുടർച്ചയായി BJP നേതൃത്വത്തിന് ഒരു തലവേദനയാകുന്നു ശ്രീലേഖ എന്നുള്ളത് തന്നെയാണ് നിലവിൽ BJP നേതൃത്വം വിലയിരുത്തുന്നത്. കാരണം പല രീതിയിലാണ് നമ്മൾ കണ്ടതാണ്. മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം ഈ സ്ഥാനം ഏറ്റതിനു ശേഷം അവരുടെ വീട്ടിലെത്തി നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം ഈ മേയറായി VV രാജേഷ് ചുമതലയേൽക്കുമ്പോഴും ആശാനാഥ് ഡെപ്യൂട്ടി മേയറായി ചുമതലയേൽക്കുമ്പോഴും വോട്ടിട്ടതല്ലാതെ അവിടെ നിൽക്കുവാനോ ഇവർ സ്ഥാനമേൽക്കുന്നത് കാണാനോ തയ്യാറാകാതെ ഇവർ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇത് തന്നെ വലിയ രീതിയിൽ വിമർശനത്തിനിടയാക്കി. പാർട്ടി നേതൃത്വത്തിന് വലിയ രീതിയിൽ ഒരു ചർച്ചയാവുകയും ചെയ്തു. മറുപടി പറയാൻ തക്ക വിധത്തിൽ അല്ലെങ്കിൽ കഴിയാത്ത തരത്തിൽ നേതൃത്വം വെട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. കാരണം അത്ര കൊട്ടിഘോഷിച്ചാണ് ആർ ശ്രീലേഖയെ കൗൺസിലർ സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ തുടർച്ചയായി ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലോ ഇവർ മത്സരിക്കും, ആർ ശ്രീലേഖ മത്സരിക്കും എന്നുള്ള വാർത്തകളൊക്കെ തന്നെ ആദ്യം മുതൽക്കേ വന്നതാണ്. പക്ഷേ സ്വയം തന്നെ പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ആർ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലങ്ങളിലും പാർട്ടി പറഞ്ഞാൽ പോലും മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ തുറന്ന് അടിച്ചിരിക്കുന്നത്. BJP നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു പരാമർശം കൂടി തന്നെയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇത് പാർട്ടി പരിശോധിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ നിലവിൽ ഇതുവരെയും ഒരു തരത്തിലുള്ള പ്രതികരണവും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ തേടുമ്പോൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. പരസ്യ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് BJP നേതൃത്വം കരുതുന്നത്. അത്തരമൊരു അഭിപ്രായം തന്നെയാണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. പക്ഷേ പാർട്ടിക്കുള്ളിൽ താഴെത്തട്ട് മുതൽ ആർ ശ്രീലേഖയുടെ ഈ പ്രതികരണങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട്, അസ്വാരസ്യം ഉയരുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിലവിൽ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ് BJP. അപ്പോഴും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അനുജ, അതാണ് നേതൃത്വത്തെ വെട്ടിലാക്കിയത് ഇക്കുറി ആർ ശ്രീലേഖയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.